എന്തായാലും പാലക്കാടത്തെ കാറ്റ് അടങ്ങുന്നില്ല എന്നാണ് കാണുന്നത്. ഇവിടത്തെ ഏത് പാർട്ടിയിലേക്കാണ്? എല്ലാ പാർട്ടിയിലും പാലക്കാട് കാറ്റ് അടങ്ങാൻ സാധ്യതയില്ല. UDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭാവിയിൽ UDF ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. കാരണം അവിടെ SDPയെയും ജമാഅത്തെ ഇസ്ലാമിയും വളരെ നഗ്നമായി തന്നെ പരസ്യമായി തന്നെ ലഘുലേഖകൾ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് പ്രചരണം നടത്തിയെന്നും അതിനകത്ത് മതധ്രുവീകരണം നടത്തുന്ന തരത്തിലുള്ള ചില മതങ്ങളെ കുറ്റപ്പെടുത്തുകയും ചില മതങ്ങളെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള തങ്ങളുടെ മതം നിലനിൽക്കണമെങ്കിൽ ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ലഘുലേഖകൾ ഇറക്കി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി വരും കാലഘട്ടങ്ങളിൽ കോൺഗ്രസിനകത്തും UDFിനകത്തും അത് വലിയൊരു ചർച്ചയാകും. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാകുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ UDF തയ്യാറാകേണ്ടി വരും എന്നാണ് കാണുന്നത്. എന്നാൽ അതിനേക്കാൾ അധികം കാറ്റ് വീശുന്നത് BJPയിലാണ്. BJPയിൽ അവിടെ നിന്നിപ്പോൾ അവിടുത്തെ നഗരസഭ കൗൺസിലിന്റെ അധ്യക്ഷ പ്രമീള ശശിധരൻ എന്ന് പറയുന്ന അധ്യക്ഷ ഈ സ്ഥാനാർത്ഥി ശരിയായിരുന്നില്ല, കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി നിർണയം തെറ്റായിപ്പോയി, ശരിയായിരുന്നില്ല, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചു, ഞങ്ങൾ കാര്യമായിട്ട് ഇറങ്ങി 6 തവണയെങ്കിലും ഒരു വീട്ടിൽ പോയി ഞങ്ങൾ വോട്ടഭ്യർത്ഥിച്ചു ജനങ്ങൾ, പക്ഷേ അപ്പോഴേക്കും ജനങ്ങൾ വോട്ട് ചെയ്തില്ല, ഞങ്ങൾ എന്ത് ചെയ്യും എന്ന തരത്തിൽ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പരോക്ഷമായി തന്നെ പരോക്ഷമായിട്ടെന്ന് മാത്രമല്ല നേരിട്ട് തന്നെ വിമർശിക്കുന്ന ഒരു സമീപനമാണ്, ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ പ്രമീള ശശിധരൻ നടത്തിയിരിക്കുന്നത്. BJPയുടെ നഗരസഭ ചെയർപേഴ്സണാണ് പ്രമീള ശശിധരൻ. തീർച്ചയായിട്ടും ഈ പ്രമീള ശശിധരന്റെ ഈ അഭിപ്രായം വല്ലാതെ BJPക്കകത്ത് ഒരു ഉരുൾപൊട്ടലിനും ഒരു വല്ലാത്ത ചർച്ചകൾക്കും ഒരുപക്ഷെ ഈ പ്രമീള ശശിധരന്റെ സ്ഥാനം തെറിക്കുന്ന അവസ്ഥയിലേക്ക് പോലും പോകാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് പാർട്ടിയുടെ ഉന്നത നേതാക്കളാണ്. അത് പ്രധാനമായിട്ടും കൃഷ്ണകുമാർ പറയുന്നുണ്ട്. കൃഷ്ണകുമാർ അഭിപ്രായം പറഞ്ഞപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ പറയുന്നത് ഈ മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ എനിക്കെതിരായിട്ട് അങ്ങനെ ആരും പ്രവർത്തിച്ചിട്ടൊന്നുമില്ല, എല്ലാവരും ഞങ്ങൾ ഒറ്റക്കെട്ടാണ് പ്രവർത്തിച്ചത്. മുനിസിപ്പാലിറ്റിയിലെ എല്ലാ മുനിസിപ്പൽ കൗൺസിലർമാരും ഈ പ്രമീള ശശിധരൻ എന്ന് പറയുന്ന അധ്യക്ഷയും വളരെ കാര്യമായി കഠിനമായി അധ്വാനിച്ചു. പക്ഷേ ഉദ്ദേശിച്ചതുപോലെ വോട്ട് കിട്ടില്ല. പക്ഷേ 1%, 1.5% മാത്രമേ ഞങ്ങൾക്ക് അവിടെ വോട്ട് കുറഞ്ഞിട്ടുള്ളൂ. അത് ഞങ്ങൾ പരിശോധിക്കേണ്ടതും അല്ലാതെ വൻതോതിൽ മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല, അത് അംഗീകരിക്കാനും കഴിയില്ല എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, എൻ്റെ സ്ഥാനാർത്ഥി നിർണയം കുഴപ്പമാണെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഒരു BJP പ്രവർത്തകർക്കും കഴിയില്ല. കാരണം BJPയുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് മോദിയും അമിത്ഷായും നദ്ദയും ചേർന്നുള്ള ഒരു സമിതിയാണ്. അവസാനം അതിന് തീരുമാനം നൽകുന്നത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം അതിനകത്തുണ്ടായിരിക്കാം, ആ കാഴ്ചപ്പാട് അതിനകത്തുണ്ടായിരിക്കാം, പക്ഷേ അവസാന തീരുമാനമെടുക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ അവരെടുക്കുന്ന തീരുമാനത്തിനെ വിമർശിക്കാൻ ഒരു BJP പ്രവർത്തകർക്കും കഴിയില്ല എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ പറഞ്ഞത് അങ്ങനെ പരസ്യമായി BJP നേതാക്കൾ ആരെങ്കിലും ഈ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരായിട്ടോ പരാജയത്തിന്റെ കാരണങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ടോ ആരെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിശോധിക്കുമെന്നും കൃത്യമായി ഞങ്ങൾ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രമീള ശശിധരന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനം, ഈ ഒരു ധൈര്യമായുള്ള ഈ പറച്ചിൽ, കൃഷ്ണകുമാർ എന്നുള്ള സ്ഥാനാർത്ഥി എപ്പോഴും ഒരാൾ തന്നെയാണോ ഇവിടെ മത്സരിക്കുന്നത്, വേറെ ആളില്ലേ എന്ന് പലപ്പോഴും പല വോട്ടർമാരും ചോദിച്ചതായിട്ടും പ്രമീള പറയുന്നുണ്ട്. ഇത് പാലക്കാട്ട് BJPക്കകത്ത് ചില തലകൾ ഉരുളുകയും ചില തലകൾ വീണ്ടും ശക്തമാവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും എന്ന് തന്നെയാണ് കാണേണ്ടത്.